ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് റാഗി എൻ്റെ മോന് ഞാൻ എങ്ങനെയാണ് റാഗി കൊടുക്കുന്നത് എന്നുള്ളത് കാണിക്കുകയാണ്. നമ്മൾ റാഗി മേടിച്ച് അതിൻ്റെ മില്ലറ്റ് മേടിക്കാൻ കിട്ടും. നമ്മളത് മേടിച്ച് വെള്ളത്തിൽ നന്നായി വാഷ് ചെയ്തെടുക്കണം. വളരെയധികം ചെളിയും എന്തൊക്കെയോ അതിലുണ്ട്, പൊടിയും ഒക്കെ കിടക്കണം. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കുറേ വട്ടം വാഷ് ചെയ്യണം. ഇത് ഞാനൊരു 6-7 വട്ടം വാഷ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് റാഗി. ഇത് വാഷ് നമുക്കിങ്ങനെ വെള്ളത്തിൽ മുക്കി നോക്കുമ്പോൾ തന്നെ അറിയാം വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുറേ കൂടെ കഴുകും തോറും അതിന് ചെറിയ ചെറിയ പൊടികളൊക്കെ കാണാൻ പറ്റും. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ കഴുകും തോറും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ആ ചെടിയുടെ പൂവാണ്. പിന്നെ നമ്മൾ ഒരു റാഗി നന്നായിട്ട് കഴുകി വാരിയെടുത്ത് നമ്മൾ വെള്ളം വാരാൻ വെക്കണം. വെള്ളം പോകാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു നല്ല ഹോളുള്ളൊരു പാത്രം എടുത്ത്, ഇതിപ്പോൾ എൻ്റെ ഒരു അരിപ്പ പാത്രമാണ്. ഇതിൽ കുറച്ച് അധികം ഹോൾസ് ഇച്ചിരി വലുതായതുകൊണ്ട് ഞാനൊരു തുണിയിട്ട് അതിൻ്റെ അകത്ത് ഇതെല്ലാം വാരി വെച്ചേക്കും. ഇത് കുറച്ച് നമ്മൾ ചെയ്യുന്നത് വെള്ളം കളഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കല്ല് കളഞ്ഞ് ഇടഞ്ഞെടുക്കുക എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ. നന്നായിട്ട് ഇടഞ്ഞെടുത്ത് അത് വെള്ളം വാരാൻ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുതലും വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് വാർന്ന് പോയിക്കോളും. ഇത് ചിലത് ചെയ്യുന്നത് കൂടുതലും നല്ലത് എനിക്ക് തോന്നുന്നു ഇത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ തലേന്ന് കെട്ടി വെച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ച് മുളകൊക്കെ വരും. അത് നമ്മളിതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ അങ്ങനെ തന്നെ നമുക്ക് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ നല്ല വെയിലുള്ളൊരു ദിവസം നല്ല വെയിൽ കിട്ടുന്നിടത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. രാവിലെയാണ് വെച്ചത്. ഇപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അറിയാം, നമുക്ക് തൊടുമ്പോഴേ നല്ല സൗണ്ടാണ്. നന്നായിട്ടത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ജോലികളൊന്നുമില്ല. നന്നായിട്ടത് വറുത്തൊന്ന് എടുക്കണം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇതാവുമ്പം കുറച്ച് എളുപ്പം ചെയ്യാം. 2ആയിട്ടിട്ട് ചെയ്തതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ അത്രയും ഇല്ലാത്തത് കൊണ്ടാണ്, ഒരുപാട് അധികമായിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വറുത്തോണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ്. നമ്മൾ കൊണ്ട് കിടത്തിയിട്ടോ. ഇപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ആവുമെന്ന് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു നല്ല റെഡിൽ നിന്ന് ചെറിയൊരു ബ്രൗണിഷ് കളർ പോലെ ആയി നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം. മുറത്തിലോട്ടോ എവിടെയെല്ലാം നന്നായിട്ട് നിരത്തി അങ്ങ് ഇട്ടേക്കണം. ഒരു 10-15 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും അത് നന്നായിട്ട് ചൂടെല്ലാം പോയി കിട്ടും. നല്ല ചൂട് പോയിട്ട് വേണം നമ്മളിത് പൊടിക്കാൻ മിക്സിയിൽ. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട്. നല്ല പൊടിയായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ഡ്രൈ ആക്കി നോക്കുമ്പോൾ നമ്മളിങ്ങനെ അരിച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് പൊടിയൊക്കെ കാണും, ഇച്ചിരി ഏറെ കിട്ടും. അത് നമ്മൾ മാറ്റി മാറ്റി വെച്ച് പിന്നെ അത് ഞാൻ പൊടിച്ചെടുത്ത് യൂസ് ചെയ്യാറാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു കണ്ടെയ്നർ എടുക്കണം. നല്ല ഉണങ്ങിയ നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നൊരു കണ്ടെയ്നറിലോട്ട് നമ്മളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഇരിക്കും. പക്ഷെ നല്ല എയർ ടൈറ്റ് ആയിരിക്കണം. പൊടി പൂക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉണക്കുമ്പോഴും വറക്കുമ്പോഴും എല്ലാം നമ്മളത് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാനെല്ലാം വറുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം പകുതിയോളം കിട്ടിയിട്ടുള്ളൂ. ഇതിന് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു 2 മാസമൊക്കെ നമ്മൾ കഴിക്കുന്ന അളവ് പോലെ ഇരിക്കും കൊടുക്കുന്നത്. ഇത് ഞാൻ കുഞ്ഞിന് കുറുക്ക് കാച്ചാൻ വേണ്ടി എടുത്ത പാത്രമാണ്. നമ്മൾ ഒരെണ്ണം മേടിച്ചു.
കുറുക്ക് കാച്ചാൻ വേണ്ടി മാത്രമായിട്ട്. അത് ഈ നമ്മൾ ചായ ഇടുന്ന ചെരുവത്തിലൊക്കെ ആണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കും. ഇതിപ്പോൾ മോന് ഞാൻ 1 സ്പൂണ് രാവിലെ 2 സ്പൂണ് വൈകിട്ട് 2 സ്പൂണ് അത്രയും മാത്രമേ കൊടുക്കുന്നുള്ളൂ. 5.5 മാസം ആയതേ ഉള്ളൂ കുഞ്ഞിന്. അപ്പോൾ നമ്മൾ അത്രയും കൊടുത്താൽ മതി. പിന്നെ പോകെ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ 2 സ്പൂൺ വീതം കൂട്ടി കൊടുത്തു വന്നാൽ മതി. നന്നായിട്ട് അലുത്ത് വെള്ളം ഞാൻ കുറച്ച് ഒഴിക്കുകയുള്ളൂ. കാരണം ഇത് ചിലപ്പം ലൂസായിട്ട് പോവോ കട്ടിയായിട്ട് പോവോ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ വേവുന്ന അനുസരിച്ചിരിക്കും ഇതെങ്ങനെയാണ്. നല്ല കട്ടയെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ ചൂടാക്കാൻ വേണ്ടി. അടുപ്പത്ത് വെക്കുമ്പോഴേ പിന്നെ ഇത് ചൂട് എളുപ്പം കൂടും. അതുകൊണ്ട് നമ്മൾ കഴിവതും തീ കുറച്ചിടാൻ ശ്രദ്ധിക്കണം. കുറച്ചിട്ട് വേണം നമ്മൾ വെക്കാൻ. പിന്നെ നമ്മൾ അതിനനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കണം. എന്നാൽ അധികം ലൂസായിട്ട് പോകാൻ പാടില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ കുഞ്ഞിന് കൊടുക്കാനുള്ളൊരു പരുവം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മളത് വേറൊരു പാത്രത്തിനകത്തോട്ട് നമ്മൾ മാറ്റി ഒരു ചൂടാറുമ്പോഴത്തേക്കും ഇപ്പം എങ്ങനെ ഒരു ലൂസ് ടൈപ്പിൽ ഇരുന്നാലും കുഞ്ഞിന് കൊടുക്കുന്ന സമയമാകുമ്പം കറക്റ്റ് ഒരു പരുവത്തിനാകും. കട്ടി കുറഞ്ഞ്. ഇതിപ്പം മോന് ഞാൻ ഇത്രയേ കൊടുക്കുന്നുള്ളൂ. ഇത് 2 സ്പൂണുണ്ട്. ചെറിയ 2 സ്പൂണാണ്. നമുക്കിത് അവന് കൊടുത്ത് നോക്കാം. അവന് കൊടുത്തിട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം മധുരമില്ല, ഒന്നുമില്ലാത്തതുകൊണ്ട് അവനത് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ആൾ രുചിച്ചൊക്കെ നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. ഇപ്പം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കൽക്കണ്ടം, പനങ്കൽക്കണ്ടം, പഞ്ചസാര അങ്ങനെയുള്ള ഒന്നും വേണ്ട, റാഗി മാത്രം കൊടുത്താൽ മതി എന്നുള്ളത്. എന്തായാലും ആൾക്ക് കൊടുക്കുന്നില്ല. നമ്മളൊരു 15 ദിവസം നമ്മൾ ഇത് തന്നെ ആയിരിക്കും നമ്മൾ ആൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ബൈ.